നിങ്ങൾക്ക് പഠിക്കാനുള്ള ചാപ്റ്റേഴ്സിൽ വെച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഇൻട്രൊഡക്ഷൻ ടു ട്രിഗ്നോമെട്രി. ഇതെങ്ങനെയാണ് ഇമ്പോർട്ടന്റ് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ചാപ്റ്റർ സം ആപ്ലിക്കേഷൻസ് ഓഫ് ട്രിഗ്നോമെട്രി അത് മനസ്സിലാവണമെങ്കിൽ ഈ ട്രിഗ്നോമെട്രി മനസ്സിലാവണം. അത് കഴിഞ്ഞ് നിങ്ങൾ അടുത്ത കൊല്ലം +1 +2 പോകുന്ന സമയത്ത് ട്രിഗ്നോമെട്രിനെ ബേസ് ചെയ്തിട്ട് കുറേ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഈ ഒരു ചാപ്റ്റർ അത്രത്തോളം പ്രാധാന്യം കൊടുത്ത് നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. പിന്നെ ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ സോൾവ് ചെയ്യണം. അതുകൂടാതെ നിങ്ങൾ എക്സ്ട്രാ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്താൽ മാത്രമാണ് ഇതിന്റെ ഉള്ളിൽ നിന്ന് നല്ലൊരു സ്കോർ നിങ്ങൾക്ക് നേടാൻ വേണ്ടി കഴിയുള്ളൂ. ഓക്കെ, അപ്പൊ അതിനെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ലക്ഷ്യ ബാച്ച് ഉണ്ട്. അപ്പൊ നമ്മുടെ ബാച്ചിൽ നിങ്ങൾക്ക് റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററും പാർട്ടായിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെക്കോർഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതേപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും എക്സ്ട്രാ വർക്ക്ഷീറ്റ്സ് ഒക്കെ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതൊക്കെ വെച്ച് നിങ്ങൾക്ക് നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഇപ്പോഴാണെങ്കിൽ മക്കളെ നമ്മുടെ ബാച്ചിൽ ഒരു ഫീസ് റിഡക്ഷൻ ഉണ്ട്. 3799 റുപ്പീസിന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പൊ ഈ ഒരു ചാൻസ് മിസ്സാക്കേണ്ട, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെയാണ് മെയിൻ ആയിട്ട് പഠിക്കാനുള്ള ഫോർമുല നോക്കാം. ഓക്കെ, അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ചാപ്റ്റർ ട്രിഗ്നോമെട്രി ട്രയാങ്കിൾ ആയിട്ട് ബേസ് ചെയ്തിട്ടുള്ള ചാപ്റ്റർ ആണ്. അതും റൈറ്റ് ട്രയാങ്കിൾഡ്, അതായത് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. ഓക്കെ, അപ്പൊ ഈ ഒരു ട്രയാങ്കിളില് നമുക്ക് കുറച്ച് റേഷ്യോസ് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ടുള്ള ഒരു 6 റേഷ്യോസ്: സൈൻ, കോസ്, ടാൻ, കൊസിക്, സീക്, കോട്ട്. ഈ 6 പേരെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഇവരുടെ ഫോർമുല എന്ത് ചെയ്യണം? വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ഇവിടെ ഒരു തീറ്റ എന്ന് പറഞ്ഞ ആംഗിൾ ആണെങ്കിൽ സം എക്സ് ആകാം, എ ആകാം. അപ്പൊ ഇവിടെ ജനറൽ ആയിട്ട് നമുക്ക് കോമൺ ആയിട്ട് ഒരു തീറ്റ എന്ന് പറഞ്ഞ ആംഗിൾ കൊടുക്കുകയാണെങ്കിൽ ഈ തീറ്റ എന്ന് പറഞ്ഞ ആംഗിളിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇത് റൈറ്റ് ട്രയാങ്കിൾ ആയതുകൊണ്ട് തന്നെ നമ്മുടെ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് നമ്മൾ പറയുന്ന പേരാണ് ഹൈപ്പോട്ടന്യൂസ്. ഓക്കെ, ഹൈപ്പോട്ടന്യൂസ്. ഓക്കെ, അതേപോലെ നമ്മുടെ തീറ്റയ്ക്ക് അഡ്ജസന്റ് സൈഡ് ഉണ്ട്, ഓപ്പോസിറ്റ് സൈഡ് ഉണ്ട്. അപ്പൊ തീറ്റ എന്ന് പറഞ്ഞ ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡും തീറ്റയുടെ അഡ്ജസന്റ് സൈഡും ദാ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമ്മൾ ആംഗിൾ എവിടെ ചൂസ് ചെയ്യുന്നോ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഓപ്പോസിറ്റ് സൈഡ്. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയാണ് ഞാൻ തീറ്റ കൊടുക്കുന്നതെങ്കിൽ ഇവിടെയായിരിക്കും ഓപ്പോസിറ്റ് സൈഡ് വരാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ സൈൻ തീറ്റ എന്ന് പറയുന്നത് ഫോർമുല ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അതേപോലെ കോസ് തീറ്റ എന്ന് പറയുന്നത് അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ആൻഡ് ടാൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ഇത് കൂടാതെ ടാനിന് വേറൊരു ഫോർമുല കൂടി ഉണ്ട്. നമ്മുടെ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ ആണ് നമ്മുടെ ടാൻ തീറ്റ. ഓക്കെ, അതേപോലെ വേറെ ഒന്ന് പറയുകയാണെങ്കിൽ നമുക്ക് താഴത്തേക്ക് കുറച്ച് ആൾക്കാരുണ്ട്, അവരെ കൂടെ വെച്ചിട്ട് പറയാം. കൊസീക് തീറ്റ എന്ന് പറയുന്നത് ഈ ഒരു ഫോർമുല നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. കൊസീക് എന്ന് പറയുന്നത് നമ്മുടെ സൈനിന്റെ റെസിപ്രോക്കൽ ആണ്. അപ്പൊ നിങ്ങൾ ഈ കൊസീക്കിന് പകരം 1/sin തീറ്റ എന്ന് പഠിച്ചാൽ മതി. അതായത് സൈൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പൊ അതിനെ നേരെ ഒന്ന് തല തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കൊസീക്ക് കിട്ടും. അതേപോലെ ഇവിടെ കോസിന്റെ റെസിപ്രോക്കൽ ആണ് ആര് മക്കളെ? സീക്ക്. അപ്പൊ നമുക്ക് ഇവിടെ 1/cos തീറ്റ എന്ന് എഴുതാം. അതേപോലെ ഇനി അടുത്ത ആരാ? നമ്മുടെ ടാൻ ആണ്. ടാനിന്റെ റെസിപ്രോക്കൽ ആണ് കോട്ട്. സോ 1/tan തീറ്റ ആണ് നമ്മുടെ കോട്ട് തീറ്റ. അപ്പൊ നമ്മൾ പുതിയൊരു ഫോർമുല പഠിച്ചല്ലോ, സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ആണ് കോട്ട് തീറ്റ. എങ്കിൽ നമുക്ക് അതിനെ വേണേൽ തിരിച്ചിട്ട് കഴിഞ്ഞാൽ കോസ് തീറ്റ ബൈ സൈൻ തീറ്റ എന്ന് പറഞ്ഞാലും അത് ആദ്യ ഫോർമുല ആയിട്ട് മാറി, കോട്ടിന്റെ ഫോർമുല ആയിട്ട് മാറി. അപ്പൊ ഈ ഒരു പേജ് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. ജസ്റ്റ് കുറേ ക്വസ്റ്റ്യൻസ് ചെയ്താൽ തന്നെ ഇത് ഓട്ടോമാറ്റിക്കലി ബൈ ഹാർട്ട് ആയിക്കോളും. നിങ്ങൾ എഫേർട്ട് എടുത്തത് കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് സ്പെസിഫിക് ആംഗിൾസ് ഉണ്ട്. 0, 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി. ഈ ഒരു ടേബിൾ നമുക്ക് പഠിക്കണം. പക്ഷെ ഇത് നിങ്ങൾ കാണാതെ പഠിക്കേണ്ട. ഇത് പഠിക്കാനുള്ള ഒരു എളുപ്പ വഴി പറഞ്ഞുതരാം. അപ്പൊ നോക്കോ, ഓരോ നമ്പറും നമുക്ക് വളരെ ആവശ്യമായിട്ടുണ്ട്. ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് മക്കൾ എന്ത് ചെയ്യുക? 0, 1, 2, 3, 4 എന്ന നമ്പർ എഴുതാം. ഓക്കെ, 0, 1, 2, 3, 4 എന്ന നമ്പർ എഴുതാം. എന്നിട്ട് എല്ലാത്തിനും എന്ത് ചെയ്യുക? ത്രൂ ഔട്ട് 4 വെച്ച് ഡിവൈഡ് ചെയ്യുക. ത്രൂ ഔട്ട് 4 വെച്ച് അങ്ങോട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഇത് വേണമെങ്കിൽ അടുത്ത പേജിൽ എഴുതി കാണിക്കാം. എന്നിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. അപ്പൊ 0, 1, 2, 3, 4 എന്ന നമ്പർ എഴുതി. എന്നിട്ട് ത്രൂ ഔട്ട് എന്ത് ചെയ്യുക? 4 വെച്ച് ഡിവൈഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ സ്ക്വയർ റൂട്ട് എടുക്കുക. ഓക്കെ, എല്ലാത്തിന്റെയും റൂട്ട് എടുക്കുക. അപ്പൊ എന്താ സംഭവിക്കുക? 0/4 എന്ന് പറയുമ്പോ 0 ആണ്. 0ന്റെ റൂട്ട് എടുത്ത് കഴിയുമ്പോ 0. ഇനി 1/4ന്റെ റൂട്ട് എടുത്ത് കഴിയുമ്പോ 1ന്റെ റൂട്ട് 1 ആണ്, 4ന്റെ റൂട്ട് 2 ആണ്. ഓക്കെ, ഇനി 2/4 നമുക്കൊന്ന് ചെറുതാക്കാലോ. 2/4 ചെറുതാക്കുമ്പോ 1/2 എന്ന് കിട്ടുന്നു. 1/2ന്റെ റൂട്ട് എടുക്കുമ്പോ 1/√2 എന്ന് കിട്ടുന്നു. ഓക്കെ, ഇനി അതേപോലെ ഇവിടെ റൂട്ട് 3/4. അപ്പൊ 3/4ന്റെ റൂട്ട് കൊടുക്കുമ്പോ റൂട്ട് 3/4ന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ 2 ആണ്. അതേപോലെ 4/4 എന്ന് പറഞ്ഞാൽ അത് 1 ആണ്. 1നെ റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് 1 എന്ന് കിട്ടുന്നു. ഇപ്പൊ കിട്ടിയ ഈ വാല്യൂസ് എന്ന് പറയുന്നത് സൈൻ തീറ്റയാണ്. ശ്രദ്ധിച്ചോ, ഇപ്പൊ കിട്ടിയ വാല്യൂസ് നമുക്ക് എഴുതാം. 0, അതേപോലെ 1/2,
1/2, 1/√2, √3/2, 1. ഈ കിട്ടിയ വാല്യൂസ് എന്താ മക്കളെ? സൈൻ ആണ്. ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ കണ്ടുപിടിച്ചില്ലേ? ഒന്നുമില്ല, 0, 1, 2, 3, 4 എഴുതുക, 4 വെച്ച് ഡിവൈഡ് ചെയ്യുക, അതേപോലെ എന്ത് ചെയ്യുക, സ്ക്വയർ റൂട്ട് എടുക്കുക. സൈൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കോസ് കിട്ടാൻ വേണ്ടി ഇതാ ഈ നമ്പർ നേരെ അങ്ങോട്ട് തിരിച്ചെഴുതിയാൽ മതി. ഈ 1 കൂടെ എഴുതുക, √3/2, 1/√2, 1/2, 0. ആ നമ്പർ തിരിച്ചെഴുതി കഴിഞ്ഞാൽ നമുക്ക് കോസിന്റെ വാല്യൂ കിട്ടി. ഇനി ടാൻ കിട്ടാൻ നമ്മൾ ഒരു ഫോർമുല പഠിച്ചിട്ടുണ്ടായിരുന്നു, സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. അപ്പൊ ഇതിനെ ഒന്നും കൂടെ ഡിവൈഡ് ചെയ്താൽ മതി. 0/1. 0/1 എന്താ മക്കളെ? നമുക്ക് താഴെ 0 വരികയാണെങ്കിൽ മാത്രമാണ് നോട്ട് ഡിഫൈൻഡ്. താഴെ ഡിനോമിനേറ്റർ ഒരു നമ്പർ ആയതുകൊണ്ട് അതിന്റെ ആൻസർ 0 ആണ്. ഇനി 1/2 ഡിവൈഡഡ് ബൈ √3/2. അപ്പൊ ഈ 2 2 കട്ടാവും, 1/√3 എന്ന് കിട്ടും. ഇവിടെ ഇത് രണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ സെയിം നമ്പേഴ്സ് ആണ്, ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടും. ഇനി √3/2 1/2 ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ 2 2 ക്യാൻസൽ ആയിട്ട് √3/1, ദാറ്റ് ഇസ് √3. ഓക്കെ, ഇനി 1/0. 0 ഡിനോമിനേറ്റർ വന്നു കഴിഞ്ഞാൽ എന്തായി സാധനം? അത് നോട്ട് ഡിഫൈൻഡ് ആണ്. ഓക്കെ, ഇനി ടാൻ കിട്ടിക്കഴിഞ്ഞാൽ ആ സാധനം നേരെ തിരിച്ചെഴുതി കഴിഞ്ഞാൽ നമുക്ക് കോട്ട് കിട്ടും. അപ്പൊ ഇവിടെ നോട്ട് ഡിഫൈൻഡ് ആദ്യം വരും, ദെൻ √3 വരും, 1 വരും, 1/√3 വരും, 0 വരും. ഓക്കെ, ഇനി സൈൻ കിട്ടിയില്ലേ? ഇനി കോസീക്കും സീക്കും കൂടെ അല്ലേ കിട്ടാനുള്ളൂ. കോസീക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോർമുല പഠിച്ചിരുന്നു, സൈനിന്റെ റെസിപ്രോക്കൽ ആണ് കോസീക്ക്. ഓക്കെ, അപ്പൊ റെസിപ്രോക്കൽ എടുക്കാം. 0ന്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 1/0 ആണ്. 1/0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നോട്ട് ഡിഫൈൻഡ് ആണ്. ഇനി 1/2ന്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ ഇതിന് നേരെ തലതിരിക്കുക. അപ്പൊ 2/1 എന്നാകും, ദാറ്റ് ഇസ് 2. ഇനി 1/√2ന്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ √2/1 ആണ്, ദാറ്റ് ഇസ് √2. √3/2ന്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ 2/√3. അതേപോലെ 1ന്റെ റെസിപ്രോക്കൽ 1. കോസീക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇത് നേരത്തെ ചെയ്ത പോലെ തന്നെ തിരിച്ചെഴുതി കഴിഞ്ഞാൽ നമുക്ക് സീക്കും കിട്ടും. സോ 1 ഇവിടെ വരും, 2/√3, ദെൻ √2, 2 നോട്ട് ഡിഫൈൻഡ്. ഇത്രയേ ഉള്ളൂ സംഭവം. ഈ ഒരു ടേബിൾ എന്ത് ചെയ്യുക? ഇത് കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? പഠിച്ചെടുക്കുക. ഇതെന്തായാലും നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ ആവശ്യമുണ്ട് കേട്ടോ മക്കളെ. ഇനി ലാസ്റ്റ് ആയിട്ട് ഒരു കാര്യം കൂടി ഉള്ളൂ, ഈ ഒരു 3 ഫോർമുല കൂടി നിങ്ങൾ പഠിച്ചിരിക്കണം. എന്താണ്? കോസ് സ്ക്വയർ എ പ്ലസ് സൈൻ സ്ക്വയർ. അത് എ ആവണമെന്നില്ല, എക്സ് ആകാം, തീറ്റ ആകാം, അങ്ങനെ കോമൺ ആയിട്ട് ഏതൊരു ആംഗിൾ ആകാം. അപ്പൊ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് 1 ആണ്. അതേപോലെ നമുക്ക് സിക്സ് സ്ക്വയർ തീറ്റയ്ക്ക് പകരം, അല്ലെങ്കിൽ സിക്സ് സ്ക്വയർ എക്ക് പകരം 1 പ്ലസ് ടാൻ സ്ക്വയർ എന്ന് എഴുതാം. അതേപോലെ കൊസിക് സ്ക്വയർ എക്ക് പകരം കോട്ട് സ്ക്വയർ എ പ്ലസ് 1 എന്ന് എഴുതാം. ഈ 3 ഫോർമുല വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഫോർമുല, അല്ലെങ്കിൽ റേഷ്യോസ്, അല്ലെങ്കിൽ വാല്യൂസ്. അപ്പൊ ഇത്രയും അറിഞ്ഞാലാണ് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ്റെ ഒക്കെ വീഡിയോസ് പുറകെ വരുന്നതായിരിക്കും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക? ലൈവ് ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ആദ്യം പോയിട്ട് ആ ലൈവ് ഒക്കെ കണ്ട് അതിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് വേണമെങ്കിൽ മക്കൾ എന്ത് ചെയ്യുക? നമ്മുടെ ലക്ഷ്യ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം.